ആമയും മുയലും കഥയിൽ മുയൽ തോറ്റതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. അത് ഇങ്ങനെയാണ്. മുയൽ ഒറ്റയ്ക്കായിരുന്നു, ആമ ഒരു ടീമായിരുന്നു. അതായത് മുയലിന്റെ കൂടെ വേറെ ആരുമില്ല, മുയലും മുയലിന്റെ കോച്ചും മാത്രം. അവരാണ് എന്ത് ചെയ്യുന്നത്? സ്വയം പരിശീലിക്കുന്നു, അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നു, സ്ട്രാറ്റജി തീരുമാനിക്കുന്നു. അതെല്ലാം മുയലും മുയലിന്റെ കോച്ചും കൂടെയാണ് ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് ആമയുടെ ടീം എന്ന് പറയുന്നത്, ആമയുടെ ടീമിൽ ഒരു കോച്ച് മാത്രമല്ല, സ്പോർട്സ് ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട്, സ്പോർട്സ് സൈക്കോളജിസ്റ്റ് ഉണ്ട്, ഫിറ്റ്നസ് കോച്ച് ഉണ്ട്, സ്പോർട്സ് എഞ്ചിനീയർ ഉണ്ട്. ഇങ്ങനെ വ്യത്യസ്തരായ പ്രൊഫഷനുകൾ ചേർന്ന ഒരു ടീമായിരുന്നു ടീം ആമ. എന്നാൽ ടീം റാബിറ്റ് നേരത്തെ പറഞ്ഞ പോലെ താനും തന്റെ കോച്ചും മാത്രം. പലപ്പോഴും ഇന്ന് നമ്മുടെ നാട്ടില് നമ്മുടെ പല കളിക്കാരും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് അച്ഛനോ അമ്മയോ ഒക്കെ പരിശീലിപ്പിക്കുന്നു, ജീവിതകാലം മൊത്തം അവര് തന്നെയാണ് പരിശീലിപ്പിക്കുക. പക്ഷേ ഇന്റർനാഷണലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ തലത്തിലും ഓരോ കുട്ടിക്കും അല്ലെങ്കിൽ ഓരോ അത്ലറ്റിനും വ്യത്യസ്തരായ കോച്ചസ്, പരിശീലകർ അവരുടെ ജീവിതത്തിലോട്ട് കടന്നു വരുന്നു. അധികം കുട്ടികളുടെയും ആദ്യത്തെ കോച്ച് അവരുടെ അച്ഛനോ അമ്മയോ പാരന്റ്സ് ആയിരിക്കും. അതിനുശേഷം അടുത്ത തരത്തിലോട്ട് പോകുമ്പോൾ വ്യത്യസ്തരായിട്ടുള്ള കോച്ചുകൾ. ആദ്യം സ്കിൽ ഡെവലപ്മെന്റ് ആയിരിക്കും കൂടുതൽ പ്രാധാന്യം, അതിനുശേഷം സ്ട്രാറ്റജിക് ഡെവലപ്മെന്റ്, കളി വരുന്ന സമയത്ത് പെർഫോമൻസ്. ഇങ്ങനെ പലതരത്തിലുള്ള കോച്ചുകൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അതോടൊപ്പം പല ആളുകളും, ഒരു സ്പോർട്സ് ന്യൂട്രീഷനിസ്റ്റ് കളിക്കാരന് ആവശ്യമായ ശരിയായ, അല്ലെങ്കിൽ അവർ ഏത് കളിയിലാണോ പങ്കെടുക്കുന്നത് ആ കളിയിൽ അവർക്ക് ആവശ്യമായ ശരിയായ ന്യൂട്രീഷൻ. രണ്ട്, അവരുടെ മാനസിക നില, കളിയിൽ തോൽക്കുമ്പോൾ, കളിയിൽ മുന്നോട്ട് നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പലതരത്തിലുള്ള സെറ്റ്ബാക്സ് ജീവിതത്തിൽ നേരിടുന്ന സമയത്ത് ഒരിക്കലും ബ്രേക്ക് ഡൗൺ ആകാതിരിക്കാനുള്ള, അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയാൽ പെട്ടെന്ന് തിരിച്ചു വരാനുള്ള ഒരു സഹായം ചെയ്യുന്ന സ്പോർട്സ് സൈക്കോളജിസ്റ്റ്. ഫിറ്റ്നസ് കോച്ച്, ശരീരത്തിന്റെ ഓരോ ഭാഗത്തിനും പെർഫോം ചെയ്യാൻ ആവശ്യമായുള്ള പ്രത്യേക പരിശീലനങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു ഫിറ്റ്നസ് കോച്ച്. ഒരു സ്പോർട്സ് എഞ്ചിനീയർ. ഞാൻ പറയും, ആ മത്സരത്തിൽ നൈക്കിയുടെ വേബർഫ്ലൈ എന്ന് പറയുന്ന ഷൂ ആണ് യഥാർത്ഥത്തിൽ ആമ ധരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ആമയ്ക്ക് വിജയത്തിന് കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടിയതെന്ന് ഞാൻ പറയും. കാരണം ആ വേബർഫ്ലൈയുടെ ഗുണം എന്താണ് എന്നുള്ളത് നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്ക്. അപ്പോ ഈ മത്സരത്തിൽ യഥാർത്ഥത്തിൽ വിജയിച്ചത് ടീം ആമയാണ്. അതേപോലെ തന്നെ പരാജയപ്പെട്ടത് മുയലിന്റെ ഞാനും എന്റെ കോച്ചും എന്നുള്ള ആ ഒരു സ്ട്രാറ്റജിയാണ്. ഇന്ന് ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ, സ്പോർട്സിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടീം ഒരു അത്ലറ്റും ഒരു കോച്ചും എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനകത്ത് സ്പോർട്സ് എഞ്ചിനീയർ, സ്പോർട്സ് മാനേജർ, സ്പോർട്സ് സയന്റിസ്റ്റ്, ഇങ്ങനെ എല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ